ജഡസ്വഭാവമുള്ളവൻ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവൻ ആത്മാവിനുള്ളതുമാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ജഡസ്വഭാവമുള്ളവരാണെങ്കിൽ അതിന്റെ കാരണം എന്താണ്? നിങ്ങൾ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നതുകൊണ്ടാണ്, അല്ലെ? ജഡസ്വഭാവം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നത്. അല്ലാതെ നല്ല സ്വഭാവമുള്ള ഒരാൾ ജഡത്തിനുള്ളത് ചിന്തിക്കുമല്ലോ. നമ്മൾ ആരും തീരുമാനമെടുത്തല്ല ഒന്നും ചിന്തിക്കുന്നത്. ഞാൻ കുറച്ചു നേരം ലോകത്തെ സ്നേഹിക്കാൻ പോകുന്ന ആരും തീരുമാനം എടുക്കുന്നില്ല. അത് നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ പ്രകൃതമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന ഈ ശക്തി, അതായത് പാപത്തിന്റെ ശക്തി, നമ്മുടെ അവയവങ്ങളിലൂടെ വ്യാപരിക്കുന്ന പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ് റോമാലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത്. 7ഉം 8ഉം അധ്യായങ്ങൾ. ഈ 7ഉം 8ഉം അധ്യായങ്ങൾ, 7-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 7-ന്റെ-24 ഒന്ന് വായിക്കാം. ആരെങ്കിലും വായിക്കാമോ? 7-ന്റെ-24. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അതൊരു ചോദ്യമാണ്. ആര് വിടുവിക്കും? എനിക്ക് സ്വയം രക്ഷപ്പെടാൻ സാധിക്കില്ല, കാരണം എൻ്റെ ശരീരം സമ്മതിക്കുന്നില്ല. എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ശരീരം സമ്മതിക്കുന്നില്ല. എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് ന്യായപ്രമാണം എല്ലാം ഇഷ്ടമാണ്, പ്രാർത്ഥിക്കണമെന്നറിയാം, സ്നേഹിക്കണമെന്നറിയാം, കരുണ കാണിക്കണമെന്നറിയാം, ക്ഷമിക്കണമെന്നറിയാം, ലോകത്തെ മോഹിക്കരുതെന്നറിയാം, നിത്യതയിലെ പ്രത്യാശയിൽ നോക്കി ജീവിക്കണമെന്നറിയാം, വഴക്കുണ്ടാക്കരുതെന്നറിയാം. ഇതെല്ലാം അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ ശരീരം അതിനെ സമ്മതിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിലെ വികാരങ്ങൾ, പാഷൻസ്, ഈ ലോകത്തെ ജയിക്കണം നമുക്ക് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ ശരീരം അത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ട് പാപത്തിന്റെ അടിമത്വം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലാണ് എന്ന് ഈ വേദോസ്ത ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് വളരെ നിർണായകമായ ഒരു കണ്ടെത്തലാണ്. നിങ്ങൾ എന്ത് ചെയ്യും? എങ്ങനെ നന്നാവും? എന്താ നമ്മുടെ മുമ്പിലുള്ള വഴി? അത് ശരിക്കും സൈക്യാട്രിസ്റ്റുകൾ അന്വേഷിക്കുന്ന ഒരു ചോദ്യമാണിത്. അവർക്കറിയാം ശരീരത്തിന്റെ പ്രോബ്ലം കൊണ്ടാണ് പെരുമാറ്റം മാറുന്നത്, ഒരു കെമിക്കൽ ഫ്ലോ കൂടുന്നതോ കുറയുന്നതോ. മാനസിക രോഗികളെ അനേക ആളുകൾ പെരുകുന്ന ഒരു കാലമാണ്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, കൗൺസിലിംഗ് എന്തുമാത്രം മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെയാണ് ഞങ്ങൾ നേരിടുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അത്ര പേരാണ് ഫോണിൽ വരുന്നത്, നേരിട്ട് കാണുന്നത്. സോ മെനി ആർ അഫ്ലിക്റ്റഡ് ബൈ ഈ പറയുന്ന മാനസിക പ്രശ്നങ്ങൾ, മെന്റൽ ഡിസോർഡേഴ്സ്. ഈ സത്യം പറഞ്ഞ ഈ മൈഗ്രെയിൻ എന്ന് പറഞ്ഞ രോഗം നിങ്ങൾക്ക് അറിയാമോ? മൈഗ്രെയിൻ നിങ്ങൾ ചില ആൾക്കാർക്കെങ്കിലും ഇത് ഉണ്ടാവും, സാർവത്രികമായിട്ട് ഒത്തിരി ആളുകൾക്കുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ മാനസിക രോഗവും. ഈ മരുന്ന് കഴിക്കുമ്പോൾ അത് മാറും, പിന്നീട് അത് പിന്നെയും വരും. അതുപോലെ ഈ ശരീരത്തിലുള്ള കെമിക്കൽ ഫ്ലോയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്, ഈ ബ്രെയിനിലൂടെ ഉണ്ടാകുന്ന കെമിക്കൽ ഫ്ലോയുടെ വ്യത്യാസം, കെമിക്കൽസ് ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? എങ്ങനെ രക്ഷപ്പെടും? എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ ശരീരം സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യും? എനിക്ക് നമ്മൾ ഈ ഡിപ്രഷനിലൊക്കെ ഇരിക്കുന്നവരെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അവരെന്തിനാ ഇങ്ങനെ കൂനിക്കൂടി ഇരിക്കുന്നത്? എഴുന്നേറ്റ് അങ്ങ് സന്തോഷിച്ച് എന്തെങ്കിലും ജോക്കൊക്കെ പറഞ്ഞ് അങ്ങ് എഴുന്നേറ്റ് പോയാൽ പോരെന്ന്. അത് ഞാൻ എന്ത് വലിയ മണ്ടനാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. കാരണം അത് ശരീരം സമ്മതിക്കുന്നില്ല, ഈ കെമിക്കൽസും ഹോർമോൺസും ഒന്നും സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യും? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ഇതാണ് റോമാലേഖനം. എത്ര അത്ഭുതകരമാണല്ലേ അത്! ഇത് വേദപുസ്തകത്തിൽ മാത്രമേ ഇതിന് മറുപടി ഉള്ളൂ എന്നുള്ളതാണ്. പലരും ആ ഹീലിംഗ് അനുഭവിക്കുന്നില്ലെങ്കിലും ആ ഹീലിംഗ് എന്താണെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാനൊരു പക്ഷെ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മാനസികമായി പ്രശ്നം ഉണ്ടായിരുന്നു. അദ്ദേഹം റോമാലേഖനത്തിന്റെ ഒരു വാക്യം ട്രാക്റ്റായിട്ട് വായിച്ചപ്പോൾ അദ്ദേഹം ഈ വിശ്വാസം പിടിച്ചെടുത്ത മാനസിക രോഗത്തിന് പൂർണ്ണമായിട്ടും വിടുതൽ പ്രാപിച്ചു. അദ്ദേഹം കെട്ടിയിട്ട് ബന്ധനാവസ്ഥയിലായിരുന്നു, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു, ലോകത്തുള്ള സകല മരുന്നുകൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ബട്ട് വെൻ ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, എക്സ്പീരിയൻസ് ദാറ്റ് ലൈഫ് ഫ്രം ക്രൈസ്റ്റ്, എല്ലാ രോഗവും മാറി. എന്നിട്ട് അദ്ദേഹം ഒരു ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ രോഗം ഇല്ല എന്നുള്ളതിന് സർട്ടിഫിക്കറ്റ് തരാമെന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, ഈ ഒരു രോഗത്തിന് രോഗം ഇല്ല എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല, കാരണം നാളെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ ഞാൻ പ്രശ്നത്തിലാവും. അതുകൊണ്ട് ഇപ്പോൾ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞു. ഓക്കെ, പുള്ളി അത് വാങ്ങിച്ചോണ്ട് പോകുന്നു. അദ്ദേഹം മരിച്ചു കേട്ടോ, ഇപ്പൊ ഇല്ല. മരിച്ചു പോകുന്നത്ര പ്രഷർ ഉണ്ടായിട്ടും ആ മനസ്സ് കുലുങ്ങിയില്ല, ധൈര്യത്തോടെ. കാരണം ആ മാനസിക രോഗം ദൈവം എടുത്തു മാറ്റി. എങ്ങനെ എടുത്തു മാറ്റിയത്? ക്രിസ്തുവിന്റെ ജീവൻ വ്യാപരിച്ചതാണ് ശരീരത്തിലൂടെ, അവയവങ്ങളിലൂടെ. അത് സാധിക്കുമോ? അത് സാധിക്കും. ബൈ ഫെയ്ത്ത് നമുക്ക് ഈ പാപ സ്വഭാവത്തെ, പാപപ്രകൃതത്തെ, പാപത്തിന്റെ ബന്ധനത്തെ, അടിമത്തത്തെ ജയിക്കാൻ പറ്റും എന്നാണ് റോമാലേഖനം പറയുന്നത്. അതാണ് 7ഉം 8ഉം നമുക്ക് മനസ്സിലായാൽ നമ്മുടെ സ്വഭാവത്തെ എങ്ങനെ ജയിക്കാം, പാപത്തോട് എങ്ങനെ ജയിക്കാം എന്നുള്ളത് ഈ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും.
ഓക്കെ, അപ്പോൾ റോമർ 7:8 എന്തുകൊണ്ടാണ് പ്രാധാന്യമുള്ളത്? ഇതൊരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. ഇത് 10 പ്രാവശ്യം പ്രസംഗിച്ചാലും ഞാൻ മടുക്കില്ല. കാരണം ഈ 500 പ്രസംഗം കേൾക്കുന്നേക്കാളും പ്രധാനമാണ് 7-8 എന്താണെന്ന് മനസ്സിലാകുന്നത്. അത് മനസ്സിലായാൽ ഏത് കൗൺസിലിങ്ങിനും അപ്പുറത്ത് നമുക്ക് ആശ്വസിക്കാൻ സാധിക്കും. കാരണം ദൈവം എങ്ങനെയാണ് നമ്മുടെ ശരീരങ്ങളെ വീണ്ടെടുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ആ വാക്യത്തിൽ കാണുന്നത്. ഓക്കെ, എങ്ങനെയാണ് കർത്താവ് നമ്മളെ വീണ്ടെടുക്കുന്നത്? 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഉത്തരം നമുക്ക് കാണാം. 2-ാം വാക്യത്തിൽ പറയുന്നു, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമുക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പൊ 2 പ്രമാണങ്ങളുണ്ട് നമുക്ക് ജീവിക്കാൻ. ഒന്ന്, നമുക്ക് നെഗറ്റീവിൽ നിന്ന് തുടങ്ങാം അല്ലെ. ഒന്ന്, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. അതായിരുന്നു നമ്മൾ ആദ്യം അനുഗമിച്ചുകൊണ്ടിരുന്ന പ്രമാണം. കർത്താവ് എന്ത് ചെയ്തു? നമ്മളെ ജീവന്റെ നീതിയുടെ പ്രമാണത്തിലേക്ക് മാറ്റി. നീതിയുടെ പ്രമാണം. അപ്പൊ നീതിയുടെ പ്രമാണത്തിലേക്ക് ദൈവം നമ്മളെ മാറ്റുമ്പോൾ അതെങ്ങനെയാണ്? അതൊരു വലിയ വ്യത്യാസമാണ്. നീതിയുടെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. നമ്മുടെ ലൈഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 തരത്തിലാണ് നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ പ്ലാൻ ചെയ്യുന്നത്. ഒന്ന് മരണത്തെ ആസ്പദമാക്കിയും മറ്റൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും നമ്മളൊരു സ്വാഭാവിക മനുഷ്യനെടുക്കുന്ന മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാനത് വിശദീകരിച്ചാൽ, എന്തിനാണ് നിങ്ങൾ സമ്പാദിക്കുന്നത്? മരിച്ചു പോയാൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യും പാസ്റ്ററെ? അപ്പം മരണം മുമ്പിലുള്ളത് കൊണ്ടാണ് നമ്മൾ സമ്പാദിക്കുന്നത് അല്ലെ. നിങ്ങൾ എന്തുകൊണ്ടാണ് ആളുകളെ കുറിച്ച് ഗോസിപ്പ് പറയുന്നത്? നിങ്ങൾ നല്ലവരായി വെളിപ്പെടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ നശിച്ചു പോകും. നമ്മൾ ഓരോ പാപത്തെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തെല്ലാം മരണം എന്നൊരു മരണം. ഇനി നിങ്ങൾ എന്തിനാ നല്ലവരായിട്ട് ജീവിക്കുന്നത്? വലിയൊരു പങ്ക് പെന്തക്കോസ്തുകാരോട് ചോദിച്ചാൽ അവർ പറയും നരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ നല്ലവരെ ജീവിക്കണം. അപ്പം അതും എന്തിന്റെ അടിസ്ഥാനത്തിലാ? മരണം എന്ന പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ നമ്മൾ നല്ലവരാകാൻ ശ്രമിക്കുന്നത്. ആണോ? ന്യായപ്രമാണത്തിൽ അങ്ങനെയായിരുന്നു. മരണം എന്ന പ്രമാണം അവരുടെ മുമ്പിൽ വെച്ചിട്ട് അവരുടെ നന്നാവാൻ പറഞ്ഞു, ഭയപ്പെടുത്തി, പേടിപ്പിച്ചു, വാടിയെടുത്ത് നന്നാകാൻ പറയുമായിരുന്നു. അപ്പം ലോകത്തിൽ ജീവിക്കുന്ന വലിയൊരു പങ്ക് ആൾക്കാരും അവർ നല്ല ജീവിതം നയിച്ചാലും ചീത്ത ജീവിതം നയിച്ചാലും ഇതെല്ലാം ഭയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സമ്മതിച്ചോ? അപ്പൊ ഇതാണ് റോമാലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം. ഭയത്തിന്റെ പ്രമാണമല്ല. കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ പറയുന്നുണ്ട് ഇതേ കാര്യം, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്, ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല. ഓക്കെ, അപ്പോൾ പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുക, ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ നാം വീണ്ടും ഭയപ്പെട്ടു പോകരുത്. കാരണം എന്താണ്? നമ്മളെ അവൻ രക്ഷിച്ചിരിക്കുന്നത് ജീവന്റെ പ്രമാണത്താലാണ്, മരണത്തിന്റെ പ്രമാണത്താലല്ല. അപ്പൊ മരണത്തിന്റെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നീതിമാനാകാൻ ശ്രമിക്കുന്നവനാണ് പഴയ നിയമത്തിലുള്ളത്. എന്നാൽ ജീവന്റെ അടിസ്ഥാനത്തിൽ നീതിമാനാകുന്നവരാണ് പുതിയ നിയമത്തിലുള്ളത്. വ്യത്യാസമുണ്ടോ? ഭയങ്കര വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് അനുസരിക്കുന്നത്? വാട്ട് ഈസ് യുവർ മോട്ടീവ് ഫോർ ഒബീഡിയൻസ്? ഇന്ന് പെന്തക്കോസ്തിൽ ധർമ്മോപദേശങ്ങൾ വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് വലിയൊരു പങ്ക് ആളുകളും അനുസരിക്കുന്നത് നരകത്തിൽ പോകുമോ എന്ന് പേടിച്ചിട്ടാണ്. നമ്മൾ മക്കളെ ഉപദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എടാ, മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നീ നരകത്തിൽ പോകൂടാന്ന്. അപ്പം നമ്മുടെ തീരുമാനങ്ങളുടെ എല്ലാ അടിസ്ഥാനം എന്താണ്? മരണഭയമാണ്. ശരിയാണോ ഞാൻ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ ചോദിക്കും നരകത്തെക്കുറിച്ച് പേടി വേണ്ടെന്ന്. നരകത്തെക്കുറിച്ച് പേടി നമ്മൾ രക്ഷിക്കപ്പെടുന്നവരെ ഉണ്ടാകാമായിരുന്നുള്ളൂ. രക്ഷിക്കപ്പെടുന്നത് വരെ നമ്മൾ നരകത്തെ പേടിക്കണമായിരുന്നു. എന്നാൽ ആ ഭയം, മരണത്തിന്റെ വിഷമുള്ള കർത്താവ് എടുത്തു മാറ്റി കഴിഞ്ഞപ്പോൾ, അവന്റെ തികഞ്ഞ സ്നേഹം നമുക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, ആ തികഞ്ഞ സ്നേഹം ഈ ഭയത്തെ പുറത്താക്കി കളഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇനി വിശുദ്ധീകരണത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് മരണത്തെ ഇൻവോക്ക് ചെയ്തുകൊണ്ടല്ല, ജീവന്റെ പ്രമാണത്തെ എടുത്തുകൊണ്ടാണ്. എന്താണ് ഇതിന്റെ വ്യത്യാസം? ഐ എം നോട്ട് ഒബേയിങ് ദ ലോർഡ് ബിക്കോസ് ഐ എം അഫ്രൈഡ് ഓഫ് ഹെൽ. അല്ല, ഞാൻ അതുകൊണ്ടല്ല ദൈവത്തെ അനുസരിക്കുന്നത്. ഞാൻ അനുസരിക്കുന്നത് എനിക്ക് കർത്താവിനോട് സ്നേഹമായതുകൊണ്ടാണ്. കർത്താവിനോട് സ്നേഹമായതുകൊണ്ടാണ് ഞാൻ അവനെ അനുസരിക്കുന്നത്. സ്നേഹമാണ് മോട്ടീവ്. സ്നേഹമാണ് ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ അത്ഭുതം.
ഓക്കെ, അപ്പൊ ഞാൻ എന്തിനാ വിശദീകരിക്കപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് എന്നെ ഇത്ര അതിഭയങ്കരമായിട്ട് സ്നേഹിച്ചത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്നേഹം നമ്മുടെ മുൻപിൽ ഇരിക്കുമ്പോൾ, ഓക്കെ, നമ്മുടെ മോട്ടീവ് ഒരിക്കലും മരണമല്ല, നമ്മുടെ മോട്ടീവ് എപ്പോഴും ജീവനാണ്. ആ ജീവന്റെ പ്രമാണം നമുക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ അനുസരണത്തിന്റെ മോട്ടീവ് മാറി. കാരണം വി ഹാവ് ദിസ് ന്യൂ ലൈഫ് ഇൻ us. നമ്മളിൽ അവന്റെ പുതിയ ജീവൻ വ്യാപരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് കർത്താവ് എങ്ങനെയാണ് നമ്മളെ ജീവന്റെ പ്രമാണത്തിലേക്ക് കടത്തിയത്? അത് ക്രിസ്തു എന്ന പകരക്കാരനിലൂടെയാണ്. ഇത് ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതാണ് പറയുന്നത്, ക്രൈസ്റ്റ് ഈസ് മൈ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ് ആ പ്രമാണം. അങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഞാൻ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ക്രിസ്തു ആ പ്രമാണത്തെ പൂർത്തിയാക്കിയത് കൊണ്ടാണ്. മൂന്നാം വാക്യം പറയുന്നു, എന്താണ്? വായിക്കാം, ആർക്കെങ്കിലും വായിക്കാം. മൂന്നാം വാക്യം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപജഡത്തിന്റെ സദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. ഓക്കെ, അടുത്തത്. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ഓക്കെ, അപ്പോൾ ന്യായപ്രമാണത്തിന്റെ നീതി നമ്മളിൽ നിവൃത്തിയാകുവാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? തന്റെ പുത്രനെ പാപജഡത്തിന്റെ സദൃശ്യത്തിൽ നമുക്കായിട്ട് അയച്ചു തന്നു. ഓക്കെ, അപ്പോൾ ക്രിസ്തു എന്ത് ചെയ്തു? നമുക്ക് പകരക്കാരനായി മാറി. അതായത് ഇത് ഞാൻ വളരെ വിശദമായിട്ട് നമ്മുടെ റോമാലേഖന പഠനങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. പക്ഷെ അതിന്റെ ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് അവൻ നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് അവൻ മരിക്കുക മാത്രമല്ല, നമ്മൾ ജീവിക്കേണ്ട സ്ഥാനത്ത് അവൻ ജീവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് ഞാൻ ചുരുക്കി വേറൊരു എക്സാമ്പിൾ ആയിട്ട് ഞാനിത് പറയാം. യേശു ക്രിസ്തു വളരെ ചെറുപ്പത്തിലെ 2 വയസ്സുള്ളപ്പോൾ തന്നെ ഹെരോദാവിന്റെ കാലത്ത് മരിച്ചു പോയിരുന്നുവെങ്കിൽ അവന്റെ രക്തം നമുക്ക് ഗുണകരമാകുമായിരുന്നു, അല്ലേ? കാരണം അത് നിർദോഷ രക്തമായിരുന്നു. ആ രക്തം നമ്മുടെ പാപങ്ങൾ പരിഹരിക്കാൻ മതിയാകുമായിരുന്നു. ശരിയാണോ? ശരിയാണ്. കാരണം നിഷ്കളങ്ക രക്തമാണല്ലോ അവിടെയും ചിന്തുന്നത്. പക്ഷെ അവന് നമുക്ക് നീതിയായി മാറാൻ സാധിക്കില്ലായിരുന്നു. അവൻ നമ്മുടെ നീതിയായി മാറിയത് എങ്ങനെയാണ്? അവൻ അനുസരണത്തിൽ തികഞ്ഞവനായിട്ടാണ്. അതായത് നമുക്ക് പകരം അവൻ മരിക്കുക മാത്രമല്ല, നമ്മളിൽ നീതി പൂർത്തിയാകാൻ വേണ്ടി അവൻ അനുസരണത്തിൽ തികഞ്ഞവനാവുകയും ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? യേശുക്രിസ്തു എന്തിനാ സ്നാനപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയോ? യോഹന്നാൻ അമ്പരന്ന് പോയി. യോഹന്നാൻ യേശുവിന്റെ അടുത്ത് യേശു യോഹന്നാന്റെ അടുത്ത് എന്നിട്ട് എന്നെ സ്നാനപ്പെടുത്താൻ പറഞ്ഞത്. അപ്പൊ യോഹന്നാൻ ചോദിക്കുകയാണ്, ഞാൻ എന്തിനാ നിന്നെ സ്നാനപ്പെടുത്തുന്നത്? നിന്നാലുള്ളൊരു സ്നാനം എനിക്കല്ലേ ആവശ്യമായിരിക്കുന്നത് എന്ന് യോഹന്നാൻ കർത്താവിനോട് ചോദിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ, എന്തിനാ യേശുക്രിസ്തു സ്നാനപ്പെട്ടത്? നമ്മുടെ ഹൃദയത്തിൽ പെട്ടെന്ന് വരുന്ന ഉത്തരം നമുക്ക് എല്ലാവർക്കും ഒരു മാതൃക കാണിച്ചു തരാൻ വേണ്ടിയാണ്, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്? പക്ഷെ ബൈബിളിൽ അങ്ങനെ പറയുന്നില്ല. ബൈബിളിൽ പറയുന്നത് സകല നീതി നിവർത്തിക്കാനാണ്. ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമല്ലോ. അല്ലാതെ ഞാൻ എല്ലാവർക്കും ഒരു മാതൃക കാണിക്കട്ടെ എന്ന് പറഞ്ഞാണോ യേശുക്രിസ്തു സ്നാനപ്പെട്ടത്? അല്ല. സകല നീതി നിവർത്തിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ ഉദ്ദേശം. അപ്പൊ യേശുക്രിസ്തു സ്നാനം ഏൽക്കുമ്പോൾ എന്താ സംഭവിച്ചത്? അവൻ നമുക്ക് പകരക്കാരനായി മാറി. അതായത് അതുവരെ ഉള്ള പോലെ അല്ല കർത്താവ് അതിന് ശേഷം ജീവിച്ചത്. നമുക്കറിയാം 29-ാം വയസ്സ് വരെ കർത്താവ് എങ്ങനെയാ ജീവിച്ചത് നമുക്ക് ഒരു പിടിയുമില്ല. 30-ാം വയസ്സ് വരെ, അല്ലെ? എങ്ങനെ ജീവിച്ചെന്ന് ഒരു പിടിയും നമുക്കില്ല. കർത്താവ് ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ 30 വയസ്സിന് ശേഷം, സ്നാനപ്പെട്ടതിന് ശേഷം അവന്റെ ജീവിതത്തിൽ ഒരു സീക്രട്ടും ഇല്ല. എല്ലാം പബ്ലിക് പ്ലേസിൽ അവൻ ജീവിച്ചു. അതായത് അവൻ നമുക്ക് പകരം നമ്മൾ ജീവിക്കേണ്ട ജീവിതം അവൻ അവിടെ ജീവിച്ചു. സാത്താനാൽ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത് പോലെ പരീക്ഷിക്കപ്പെട്ടു.
അവിടെ സാത്താനെ എതിരാൻ കർത്താവിന് എന്ത് ശക്തി ഉണ്ടായിരുന്നത്? ആത്മനിറവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കും അതേ ആത്മനിറവുണ്ട് സാത്താനെ തോൽപ്പിക്കാൻ. അപ്പം ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് പോരാട്ടമാണോ കഴിക്കേണ്ടത്, അതേ പോരാട്ടമാണ് കർത്താവ് എനിക്ക് പകരം ജീവിക്കുമ്പോൾ അവൻ പോരാടുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അവൻ മരണത്തിൽ എനിക്ക് പകരക്കാരനായി എന്ന് മാത്രമല്ല, അവന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അവൻ എനിക്ക് പകരക്കാരനായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ജീവിതം, യേശുവിന്റെ നീതി, അവൻ ജീവിച്ച ജീവൻ, ആ ജീവൻ എനിക്ക് എങ്ങനെ ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, അല്ലെ? എങ്ങനെയാണ് അവൻ ജീവിച്ച് പെർഫെക്റ്റ് ആക്കിയ നീതി എനിക്ക് ലഭിക്കുന്നത്? ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എനിക്ക് പകരം ജീവിക്കുന്നത് ക്രിസ്തുവാണ്. അപ്പൊ എങ്ങനെയാ ക്രിസ്തുവിന്റെ നീതി എനിക്ക് ലഭിക്കുന്നത്? ബൈ ഫെയ്ത്ത് ആണ്, വിശ്വാസത്താലാണ്. എങ്ങനെയാ ഞാൻ ആ വിശ്വാസം അനുഭവിക്കുന്നത്? ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത് എന്ന് ഞാൻ വിശ്വാസത്താൽ കാണുമ്പോഴാണ്. ഐ ഡൈഡ് വിത്ത് ഹിം ഓൺ ദ ക്രോസ്, ഞാൻ ക്രൂശിൽ അവന്റെ കൂടെ മരിച്ചു എന്നുള്ള സത്യത്തിലേക്ക് ഞാൻ എത്തുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം, അതായത് ക്രിസ്തു എനിക്ക് പകരക്കാരനാണ് എന്നുള്ള കാര്യം നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ധൈര്യങ്ങളിൽ ഒന്നാണ്. ഓക്കെ, അപ്പൊ യേശു ക്രിസ്തു നമുക്ക് പകരം ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യമാണ്. എവിടെ ചെന്നാലും എനിക്ക് തോറ്റു പോകേണ്ട കാര്യമില്ല, കാരണം എനിക്കൊരു പകരക്കാരനുണ്ട്. അവൻ ഒരിക്കലും തോറ്റു പോകുന്നില്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ നേരിടുന്ന ഓരോ പ്രതിസന്ധിയിലും നമ്മൾ വിശ്വസിക്കുമെങ്കിൽ നമുക്കൊരു പകരക്കാരനുണ്ട്. കാരണം അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന കർത്താവാണ്. വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് പകരക്കാരനില്ല, നമ്മൾ തന്നെയാണ്, കാഴ്ചയാലാണ്. അപ്പൊ എനിക്കൊരു വലിയ ക്രൈസിസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോ ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ എൻ്റെതായ രീതിയിൽ അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തന്നെ ജീവിക്കുന്ന, അല്ലെ? ഞാൻ തന്നെ ജീവിക്കുന്നത്. അപ്പൊ എന്റെ റിസോഴ്സസ് എനിക്കുള്ളൂ. എന്നാൽ ആ കഷ്ടതയുടെ മുമ്പിൽ ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയെന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ അവിടെ രക്ഷപ്പെട്ടു പോകാനുള്ള ആയുധങ്ങൾ എന്റേതല്ല, ജഡത്തിൻ്റെതല്ല, അത് ക്രിസ്തുവിൻ്റെതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു വീട്ടിലെ കുടുംബ പ്രശ്നം ആയിക്കോട്ടെ, ആ കുടുംബ പ്രശ്നത്തിന്റെ മധ്യത്തിൽ എനിക്ക് അവിടെ ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നതെന്നുള്ള വിശ്വാസത്തിലേക്ക് ഞാൻ കടന്നാൽ അവിടെ എനിക്ക് കോൺഫ്ലിക്റ്റ് ഇല്ല, യുദ്ധമില്ല, പ്രശ്നങ്ങളില്ല. അപ്പോൾ പാപത്തെ എങ്ങനെ ജയിക്കാം? ഞാനത് ഇങ്ങനെ വേണേ പറയാം. എന്നെ ഒരാള് കുറ്റം പറയാന്ന് വെച്ചു, ഇല്ലാത്ത കുറ്റം പറഞ്ഞുണ്ടാക്കുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ എല്ലാവരെയും കുറിച്ചും പറയുന്നത്. നമുക്കൊരു കുറ്റവും ഇല്ല, പിന്നെ ആൾക്കാർ ഇങ്ങനെ ഇല്ലാത്ത കുറ്റം പറഞ്ഞുണ്ടാക്കുക ചെയ്യും, ശരിയല്ലേ? അപ്പൊ അങ്ങനെ പറഞ്ഞുണ്ടാക്കിയ ഒരാള് എന്റെ മുമ്പിൽ വരുന്നു, എനിക്ക് ഭയങ്കരമായി ദേഷ്യം വരുന്നു, എനിക്ക് അവന്റെ മുഖത്തോട്ട് നോക്കാൻ ഇഷ്ടമില്ല. അപ്പൊ കൽപ്പന കിടക്കുക, സ്നേഹിക്കുക, പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് പറയാം, കർത്താവേ, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, നീയാണ് എന്ന് പറയുമ്പോൾ അവനെ സ്നേഹിക്കാനുള്ള റിസോഴ്സ് എനിക്ക് വരുന്ന എവിടെ നിന്നായിരിക്കും? എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിൽ ഒരു വകയില്ല. എനിക്ക് അവനോട് വൈരാഗ്യമുള്ളത്, പക്ഷെ ആ വൈരാഗ്യമുള്ള ഞാൻ മരിച്ചു എന്നും ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു ആണെന്നും എൻ്റെ ഉള്ളിലേക്ക് ആ വെളിച്ചം അടിച്ചാൽ എനിക്ക് അവനോട് തോന്നുന്ന സ്നേഹമായിരിക്കും. ഇത് മനുഷ്യന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കൊടുക്കടാവനിട്ടൊന്നെന്ന് പറയുന്ന ഹോർമോണുകൾ, അഡ്രിനാലിൻ നമ്മുടെ ഉള്ളിൽ കിടന്ന് അലറി വിളിക്കും, പൊട്ടിക്കടാവനിട്ട് കണ്ടില്ല നിന്ന് ചിരിക്കുന്ന നിന്നെ കുറിച്ച് ഇതെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ ഞാനല്ല, ക്രിസ്തു അത്രയെന്നുള്ള ഫെയ്ത്ത് എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴേക്കും അതെല്ലാം അവിടെ നിൽക്കും. ഒരു അഡ്രിനാലിന് ഒഴുകില്ല, ഒരു ഡോപ്പമിന് ഒഴുകില്ല. നമ്മൾ ആ സെക്കൻഡിൽ നമ്മൾ മരിക്കും. ഫെയ്ത്തിലാണ് മരിക്കുന്നത് കേട്ടോ. നമ്മുടെ ശരീരം, ആ ജഡം, പാപജഡം, നമ്മളെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കുന്ന, വഴക്കുണ്ടാക്കിപ്പിക്കുന്ന, നമ്മളെ ഒരു വൃത്തികെട്ട സ്വഭാവമുള്ളവരാക്കി മാറ്റുന്ന, നമ്മുടെ രക്ഷയ്ക്കായിട്ട് പോരാടാൻ ശ്രമിക്കുന്ന ആ പഴയ മനുഷ്യന്റെ മരണം വിശ്വാസത്താൽ നമ്മൾ അനുഭവിക്കുമ്പോൾ പിന്നെ ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തുവാണ്. ഇതാണ് പകരക്കാരനായ ക്രിസ്തു. ഇതാണ് റോമാലേഖനത്തിലെ 2ാമത്തെ പ്രധാനപ്പെട്ട ബോട്ടിൽ നെക്ക്. ഓക്കെ, 7-ാം അധ്യായം 8-ാം അധ്യായം തമ്മിലുള്ള ലിങ്കാണത്. അതും മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം ജീവിതത്തിൽ ഏത് സാഹചര്യം ഉണ്ടെങ്കിലും ഞാൻ എങ്ങനെ അതിനെ നേരിടുന്നു എന്നുള്ളത് എൻ്റെ റിസോഴ്സ് വെച്ചല്ല,
ക്രിസ്തുവിന്റെ റിസോഴ്സ് വെച്ചാണ്. ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ കേരളത്തിൽ ഒരു പാസ്റ്ററാണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോ എന്നെ സുവിശേഷ വിരോധികൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെ ഇരിക്കെ ഒരാള് എൻ്റെ ചർച്ചിന് നേരെ കല്ലെടുത്ത് എറിഞ്ഞു എന്ന് വിചാരിച്ചോ. കുറെ വിചാരിച്ചില്ലേ നിങ്ങൾ? ഓക്കെ, ഇനി ഈ സ്ഥലത്ത് എറണാകുളത്തെ DSP എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആളാണ്, എൻ്റെ കോളേജിൽ പഠിച്ച ആളാണെന്ന് വിചാരിച്ചോ. ഇത്രയും വിചാരമായോ? അപ്പൊ ഈ കല്ലേറ് കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? ഞാൻ പറയോ കർത്താവ് അവനോട് ക്ഷമിക്കട്ടെ, ഇനി ഞാനല്ല ക്രിസ്തു അത്ര ജീവിക്കുന്നത്? അതൊന്നും നമുക്ക് വരികയില്ല. നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ IPS കാരനെ ആയിരിക്കും. അവനോട് ഞാൻ ക്ഷമിച്ചു, പക്ഷെ അവൻ അങ്ങനെ വിട്ട് അവൻ മാനസാന്തരപ്പെടില്ല. അവൻ 2 വർത്താനം അവൻ കേൾക്കണം, എങ്കിലും അവൻ നാളെ ഈ കല്ലെടുത്തോണ്ട് പിന്നെ വരാതിരിക്കുള്ളൂ. അല്ലേ? ബുദ്ധി അതല്ലേ? അപ്പൊ നമ്മൾ ഉടനെ SP വിളിക്കുന്നു, എന്നിട്ട് പറയുന്നു, എടാ ദേ എന്റെ ചർച്ചിനോട് കല്ലെറിഞ്ഞിരിക്കുന്നു, അവനെ ഒന്നും പിടിച്ച് വരട്ടിയേക്ക്. നിമിഷം നേരം കൊണ്ട് കൂട്ടുകാരനല്ലേ SP വിളിച്ച് 4 വർത്താനം പറഞ്ഞ് മേലാൽ അവിടെ പോയേക്കല്ലെന്ന് പറയുന്നു. ഞാൻ ജയിച്ചു അല്ലേ? എന്നിട്ട് ഞാൻ പറയും ഞാൻ അവനോട് ക്ഷമിച്ചു. എന്തിന്റെ ബലത്തിലാണെന്നറിയോ? എന്തിന്റെ ബലത്തിലാ? ഈ SP-യുടെ ബലത്തിലാ ക്ഷമിച്ചത്. അത് വിശദീകരണമൊന്നുമല്ല. ഇനി നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കിയേ, ഇവൻ ക്ഷമിച്ചതിനകത്ത് ഒരു കഥയുമില്ല. ആ ക്ഷമ ആത്മാവിൽ നിന്ന് വന്നതല്ല, അത് നിർജീവമാണ്. ആ പ്രവൃത്തി ദൈവത്തിന് മുമ്പിൽ കൗണ്ട് ചെയ്യപ്പെടുന്നില്ല. എന്നാൽ ഇങ്ങനെ വിചാരിച്ചു നോക്കിയേ, നിങ്ങൾക്ക് ഒരു SP-യും ഇല്ല, ആരുമില്ല. നിങ്ങൾ സമൂഹത്തിൽ പോലും നിങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ ബഹുമാനമില്ല. നിങ്ങൾ എല്ലാവരും നിന്ദിക്കപ്പെടുന്നവരും ഒരു റിസോഴ്സ് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരാളുമാണെന്ന് സങ്കല്പിച്ചിട്ട് നിങ്ങൾ ഈ കല്ലേറ് കൊള്ളുന്നതായിട്ട് അനുഭവിച്ചു നോക്കിയേ. അവിടെ നിങ്ങൾക്ക് ആകെ ഒരു വഴിയുള്ളൂ, ഞാനല്ല ക്രിസ്തു അത്രേ. അവിടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലേ? എത്ര പേര് സമ്മതിച്ചു എന്ന് എനിക്ക് അറിയത്തില്ലെങ്കിലും ലോകത്തിന്റെ റിസോഴ്സ് വെച്ച് നമുക്ക് ക്രിസ്തുവിന്റെ ജീവൻ ജീവിക്കാൻ പറ്റത്തില്ല. ആ ജീവൻ മരണത്തിന്റെ പ്രമാണമായിട്ട് മാറും. ഓക്കെ, എന്നാൽ ക്രിസ്തുവിന്റെ ജീവൻ ജീവിക്കുന്നതിന് അവന്റെ റിസോഴ്സസ് ആണ് നമുക്ക് വേണ്ടത്. ആ റിസോഴ്സസ് നമ്മുടെ ബലഹീനതയിലാണ് തികഞ്ഞു വരുന്നത്. ഇല്ലാത്തവരിലും ബലമില്ലാത്തവരിലും ദരിദ്രരിലും വേദനിക്കുന്നവരിലും ക്രിസ്തുവിന്റെ മഹത്വം കൂടുതൽ നമുക്ക് കാണാൻ പറ്റും. കാരണം അവർ നിസ്സഹായരായതുകൊണ്ട് അവർ ദൈവത്തിന്റെ ബലം അന്വേഷിക്കുന്നവരാണ്. എത്ര മനോഹരമാണ് വേദപുസ്തകം, ബൈബിളിലെ ഉപദേശങ്ങൾ അല്ലേ? ഇത് ശരിക്കും നമുക്ക് ആ റോമാലേഖനം ഒന്ന് വായിച്ച് പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തിൽ ഒരു പുസ്തകം പിന്നെ വായിക്കാൻ തോന്നുന്നില്ല. ഞാൻ ഇപ്പം 11 വർഷമായി സഹോദരങ്ങൾ ഒരു ബുക്ക് വായിച്ചിട്ട്, അതായത് ഇങ്ങനെ മറിച്ചൊക്കെ നോക്കിയിട്ടുണ്ടെന്നുള്ളതല്ല, അത് ഒരു പുസ്തകം. ഞാൻ വളരെയധികം വായിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ ഇടത് കൈയിലും വലത് കൈയിലും പുസ്തകം ഉണ്ടായിരുന്നു. ഓക്കെ, എന്നെ കുറിച്ച് ഒരു ജോക്ക് പറയായിരുന്നു എൻ്റെ ഒരു സാറ്. ഈ തടിയൻ പുസ്തകങ്ങളുമായിട്ട് എപ്പോഴും നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തടിയൻ പുസ്തകം എന്ന് ഉദ്ദേശിച്ചത് ഈ തടിയൻ പുസ്തകങ്ങളുമായിട്ട് നടക്കുന്നതാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പൊ എന്നെ കുറിച്ചുള്ള ഒരു ജോക്കിന്റെ ഭാഗം കൂടെ ആയിരുന്നു അത്. എൻ്റെ കയ്യിലുള്ള തടിയൻ പുസ്തകങ്ങൾ കാണും, വലിയ പുസ്തകങ്ങൾ ഭയങ്കരമായിട്ട് വായിക്കുമായിരുന്നു. പക്ഷെ ഈ റോമാലേഖനവും ഈ ബൈബിളിലെ മർമ്മങ്ങളും എനിക്കിത് മനസ്സിലായി തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ലോകത്തിൽ ഒരു ഫിലോസഫി വായിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത്ര മനോഹരമായി നമുക്ക് തലയ്ക്കകത്തേക്ക് ഇറങ്ങുന്ന വേറെ ഒരു സാധനമില്ല, ഇത്രയും നമ്മളെ ആനന്ദിപ്പിക്കുന്ന വേറൊന്നുമില്ല. ഞാൻ ചുമ്മാ വെറുതെ പറയുന്നല്ല, എൻ്റെ ബ്രെയിനിനെ ഇത്രയും സന്തോഷിപ്പിക്കില്ല. അതായത് 7-8 അധ്യായങ്ങൾ, റോമാലേഖനം 7-8, അത് വായിച്ചു കഴിയുമ്പം എങ്ങനെയാണ് ഈ പകരക്കാരൻ വന്ന് ഈ പാപ പ്രകൃതി തന്നെ വിടുവിക്കുന്നത്? ഇതിന് തുല്യമായ ഒരു ഫിലോസഫിയും ലോകത്തിൽ ഒരിടത്തും ഇല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ജിസ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് മുമ്പോട്ട് വായിക്കുമ്പം ഇവിടെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നുണ്ട്. ഈ തെറ്റിദ്ധാരണകൾ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഈ 8-ാം അധ്യായം റോമൻസ് 8 നമുക്ക് ഒരു നിമിഷം ഒന്ന് വായിക്കാം. റോമൻസ് 8-ന്റെ 5, 6, 7, 8 ആരെങ്കിലും വായിക്കാം? ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? നിങ്ങൾ ജഡസ്വത്തിനുള്ളത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ തീരുമാനം എടുത്ത് ചിന്തിക്കുന്നതല്ല. ആണോ? തീരുമാനം എടുത്തിട്ടാണോ നിങ്ങൾ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നത്? അല്ല. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഈ തീരുമാനം എടുത്ത് ചിന്തിക്കുമായിരുന്നു.
നിങ്ങൾക്ക് അങ്ങനെ തീരുമാനം എടുത്ത് ചിന്തിക്കാൻ പറ്റാറുണ്ടോ? എന്ത് ചിന്തിക്കണമെന്ന് നേരത്തെ തീരുമാനം എടുത്ത് കുറച്ചു നേരം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പം പരീക്ഷയ്ക്ക് പഠിച്ച് ബോറടിക്കുമ്പം, കുറേ പഠിച്ചു കഴിയുമ്പം ഒരു 15 മിനിറ്റ് അരമണിക്കൂർ ബ്രേക്ക് ആകുമ്പം ചുമ്മാ ചാരി കിടന്ന് എന്തെങ്കിലും സന്തോഷമാകുന്ന, റിലാക്സ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഡിസിഷൻ എടുത്ത്, ശരി ഞാൻ ഇന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം എന്ന് തീരുമാനമെടുത്ത് ആലോചിക്കുമായിരുന്നു പണ്ട്, രക്ഷിക്കപ്പെടുന്നതിനൊക്കെ മുമ്പ്. ഓക്കെ, അപ്പോൾ ഇന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ ചിലപ്പോൾ ആലോചന കുറേ നേരം നീണ്ടുപോകും. കാരണം ഈ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു സാധനം അത് കൂടുതലാണെങ്കിൽ നമുക്ക് അതിനുമേൽ വലിയ നിയന്ത്രണമൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ പറന്ന് പോകുള്ളൂ. പക്ഷെ നമ്മൾ ഈ പാപചിന്തകൾ എന്ന് പറയുന്നത്, വീണ്ടും ജനിച്ചവരാരും അത് പ്ലാൻ ചെയ്തിട്ടല്ല ചിന്തിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇന്ന് 11 മണിയാകുമ്പോൾ ഈ പ്രസംഗം തീർന്നിട്ട് വേണം എനിക്ക് ലോകത്തെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മൾ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ജഡസ്വഭാവം ഉള്ളതുകൊണ്ടാ. ഈ ജഡസ്വഭാവം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണോ? പൂച്ച, നമ്മൾ വളർത്തുന്ന പൂച്ച വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് ഓടി കയറുന്ന എന്തുകൊണ്ടാണ്? അത് പൂച്ച ആയതുകൊണ്ടാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു മനുഷ്യൻ, ഈ പൂച്ചകൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ട്, അത് പൂച്ചയുടെ സ്വഭാവം. അത് ഒരു മനുഷ്യൻ ഒരു പൂച്ചയെ കൊണ്ടേ കളയാൻ വേണ്ടി കാട്ടിനകത്തോടെ പോയിട്ട് കുറെ ദൂരം പോയി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വഴി തെറ്റിപ്പോയി. എതിരെ പോകുന്ന പുള്ളിക്ക് അറിയത്തില്ല. അപ്പൊ പുള്ളി പൂച്ച അങ്ങ് വിട്ടു. പൂച്ച പോകുന്ന വഴിയാണ് പുള്ളി തിരിച്ച് വീട്ടിലെത്തിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പൂച്ച ആയതുകൊണ്ടാണ്. അതേസമയത്ത് വേറൊരു മൃഗത്തിനത് കഴിയില്ല. അപ്പം നമ്മുടെ പ്രകൃതമാണ് നമ്മളെ കൊണ്ട് ഓരോ പണികൾ ചെയ്യിപ്പിക്കുന്നത്. സമ്മതിച്ചോ? ചില ആൾക്കാർ ജനിക്കുമ്പോഴേ സൗമ്യരാണ്, അവരെ പിന്നെ പ്രത്യേകിച്ച് സൗമ്യത പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതും പക്ഷെ വിശുദ്ധീകരണമൊന്നും അല്ല, പേടിച്ചിട്ടായിരിക്കും. എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് വിചാരിച്ചിട്ടായിരിക്കും. അല്ലാതെ ആത്മാവിന്റെ ഫലമായിട്ടൊന്നും അല്ല ഈ സൗമ്യതയൊക്കെ നമ്മൾ ഈ മനുഷ്യരിൽ കാണുന്നത്. ഒരുപക്ഷെ അവരുടെ നെർവസ് നേച്ചർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വിശുദ്ധീകരണങ്ങളൊന്നും, ഈ പറയുന്ന കാര്യം, ഈ പ്രവൃത്തികളൊന്നും വിശുദ്ധീകരണമല്ല. നമ്മുടെ ചിന്തകളെല്ലാം നമ്മുടെ ജഡം എങ്ങനെയാണോ അതിനെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത്. എഗ്രീഡ്? ഇത്ര എഗ്രീഡ് ആണ്? ഓക്കെ. ഇനി ആത്മസ്വഭാവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ആത്മാവിനുള്ള ചിന്തിക്കുകയുള്ളൂ. ഒരു 15 മിനിറ്റ് എന്തെങ്കിലും കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ആത്മാവിനെ കുറിച്ച് ആലോചിക്കുള്ളൂ. അത് ആത്മസ്വഭാവമാണ്. അപ്പൊ നമ്മുടെ തോട്ട് ലൈഫ് ഉണ്ടാകുന്നത് ചുമ്മാ അന്തരീക്ഷത്തിൽ നിന്നുണ്ടായി വരുന്നതോ നമ്മൾ തീരുമാനമെടുത്ത് ഉണ്ടാക്കുന്നതോ അല്ല, അത് നമ്മുടെ പ്രകൃതത്തിൽ നിന്നാണ് വരുന്നത്. സമ്മതിച്ചോ? കുറുക്കന്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിലാകുന്നത് എന്തുകൊണ്ടാ? അവൻ കുറുക്കനായതുകൊണ്ടാ. ശരിയല്ലേ? അപ്പൊ അതുപോലെ ജഡസ്വഭാവം ഉള്ളത് കൊണ്ടാണ് ഒരുത്തൻ ജഡത്തിനുള്ള ചിന്തിക്കുന്നത്. ആത്മസ്വഭാവം ഉള്ളത് കൊണ്ടാണ് ഒരാൾ ആത്മാവിനുള്ള ചിന്തിക്കുന്നത്. അപ്പൊ ശരിക്കും ഇതിന്റെ എല്ലാം അടിസ്ഥാനം നമ്മുടെ സ്വഭാവം ഏതാണ് എന്നുള്ളതാണ്. അടുത്ത വാക്യം വായിക്കും. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ. ജഡത്തിന്റെ ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കുന്ന ജഡത്തിന്റെ ചിന്ത ചിന്തിച്ചാൽ നമ്മൾ മരിക്കുമെന്ന്. അങ്ങനെയല്ല. ജഡത്തിന്റെ ചിന്ത എപ്പോഴും മരണത്തെ കുറിച്ചാണ്. ജഡത്തിന്റെ ചിന്ത എന്ന് പറയുന്ന മരണം ബേസ്ഡാ. അതാ 2-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം അതിതാ. ഈ ജഡത്തിന്റെ ചിന്ത ആ പ്രമാണത്തിലായിരിക്കുന്നത് എപ്പോഴും. അപ്പൊ ജഡസ്വഭാവമുള്ള ഒരാൾ എപ്പോഴും മരണത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. മരണത്തെക്കുറിച്ച് ആക്റ്റീവായിട്ട് ചിന്തിക്കണമെന്നില്ല. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ആരെങ്കിലും മരണത്തെക്കുറിച്ച് ആക്റ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ജീവിക്കാൻ പോലും പറ്റില്ല. നമ്മൾ ഒരു 20 വർഷമെങ്കിലും ജീവിക്കുമെന്നാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രതീക്ഷ, അല്ലെ? പക്ഷെ നമ്മുടെ തീരുമാനങ്ങളെല്ലാം ഈ മരണം എന്ന തത്വം നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ ജഡം ചിന്തിക്കുന്നതെല്ലാം മരണത്തെക്കുറിച്ചാണ്. പിള്ളേരെ കുറിച്ച് പല അമ്മമാർക്കും ഭയങ്കര ഭാരമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അല്ലെ, നിങ്ങൾക്ക് ഭാരമുണ്ടോ നിങ്ങളുടെ പിള്ളേരെ കുറിച്ച്? ഈ ഭാരം ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഇവന്മാർ എന്ത് ചെയ്യും എന്നുള്ളതാണ് ആ ഭാരം. അപ്പൊ ഈ ഭാരങ്ങളെല്ലാം വരുന്നത് ജീവനിൽ നിന്നാണോ മരണത്തിൽ നിന്നാണോ? മരണത്തിൽ നിന്ന്. അപ്പൊ ജഡം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഞങ്ങൾ മരിച്ചാൽ എന്ത് ചെയ്യും? ഞങ്ങൾ മരിച്ചാൽ സഭ എങ്ങനെയാകും? ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ കുടുംബം എങ്ങനെയാകും? ഞങ്ങൾ മരിച്ചാൽ ഞാൻ എന്താകും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാം. ശരിയാണോ? അപ്പൊ ഈ മരണം, ജഡം എപ്പോഴും എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്? ജഡം എപ്പോഴും മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇനി അടുത്ത വാക്യം നോക്കിയേ. അപ്പൊ ജഡ സ്വഭാവമുള്ളവര് എപ്പോഴും എന്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും? മരണം. അടുത്ത വാക്യം. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അപ്പൊ ആത്മാവ് എപ്പോഴും എന്താ ചിന്തിക്കുന്നത്? നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരാണെങ്കിൽ ആത്മാവിനുള്ള ചിന്തിക്കും. ആത്മസ്വഭാവമുള്ളവർ എന്താ ചിന്തിക്കുന്നത്?
എന്റെ കർത്താവ് എന്നാ പോയാൽ എന്താ, നിന്റെ കൂടെ ഞങ്ങൾ നിത്യം വസിക്കാനുള്ളവരല്ലേ, ആ ജീവൻ എനിക്കുണ്ടല്ലോ. അതാണ് ജീവന്റെ ചിന്ത. ഓക്കെ, ഇന്ന് നമ്മള് 2 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഈ 2 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അവൻ അതിദുഃഖത്തിൽ 5-ഉം 6-ഉം കൂടെ വായിക്കാം. 5-ഉം 6. ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചുവെങ്കിൽ അവൻ എന്നെ അല്ല, ഒരു വിധത്തിൽ ഞാൻ കണക്കിൽ ഏറെ. 2 കൊരിന്ത്യരാണോ? 2 4 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 4-ന്റെ 5-6. ഞങ്ങളെ തന്നെ അല്ല, ക്രിസ്തുയേശുവിനെ കർത്താവ് എന്നും ഞങ്ങളെയും യേശു നിമിത്തവും നിങ്ങളുടെ ദാസന്മാരെന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഹൃദയങ്ങൾക്കകത്തൊരു പ്രകാശം അടിച്ചിട്ടുണ്ട്. അത് എന്തിന്റെ പ്രകാശമാണ്? ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ പ്രകാശമാണ് അടിച്ചിരിക്കുന്നത്. അതിന് മുമ്പ് വായിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ഈ ലോകത്തിലെ ആൾക്കാരെല്ലാം കുരുടന്മാരായിരിക്കുക എന്നാണ് പറയുന്നത്. അത് മരണം അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജഡീകന്മാരാണ്. ഈ ജഡീകന്മാരായവർ എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ മരണത്തിന് മുമ്പ് എന്ത് സമ്പാദിച്ചു, വീട് പണിയാൻ പറ്റിയോ, കുഞ്ഞുങ്ങൾ ഒരു കാലയ്ക്ക് എത്തിച്ചോ, ഇതെല്ലാം എന്തിന്റെ ചിന്തകളാണ്? മരണത്തിന്റെ ചിന്തകളാണ്. ഇന്ന് ഞങ്ങളുടെ ചർച്ചിൽ ഒരു പെൺകുട്ടി, ആൽഫറ്റ് എന്ന് പറയുന്ന ഒരു സഹോദരി, ഇന്ന് ജോർദാനിലേക്ക് സുവിശേഷയായിട്ട് പോയി. ഇപ്പം എയർപോർട്ടിൽ ഉണ്ടാകും. ആ കുട്ടി എന്തിനെ കുറിച്ച് ചിന്തിച്ചെന്നറിയോ? എന്നേക്കും കർത്താവിന് വേണ്ടി ജീവിച്ച് മരിക്കണമെന്ന് ആലോചിച്ചത്. എന്തുകൊണ്ട് ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ മോളുടെ മുമ്പിൽ എപ്പോഴും നിത്യജീവനുണ്ട്. ജീവന്റെ ചിന്തകളാണ്. അതുകൊണ്ട് 20-21 വയസ്സുള്ളപ്പോഴേക്കും അവൾ സകലത് ഉപേക്ഷിച്ച് ഒരു മിഷണറി ആയിട്ട് ജോർദാനിലേക്ക്, ഒരു പരിചയമില്ലാത്ത ദേശത്തേക്ക്, ഒരു വില്ലേജിൽ പോയി ശുശ്രൂഷിക്കാൻ വേണ്ടി പോയിരിക്കുക. വീട്, അമ്മ, എല്ലാവരെയും വിട്ടിട്ട്. തിരിച്ചു വരുമോന്ന് അറിയത്തില്ല. ഈ തിരിച്ചു വരുമോ എന്ന് അറിയത്തില്ലാത്തടത്തേക്ക് എന്തിനാണ് നമ്മൾ പോകുന്നത്? നമുക്ക് മരിച്ചാലും പ്രശ്നമില്ലാത്തതുകൊണ്ടാണ്, അല്ലേ? അപ്പൊ ആ ചിന്ത എന്തിനെ കുറിച്ചുള്ള ചിന്തയാ? ജീവനെ കുറിച്ചുള്ള ചിന്തയാ. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഇനി താഴോട്ട് വായിക്കുമ്പോൾ, ഞങ്ങൾ ഈ പ്രയാസത്തിലൂടെയും കഷ്ടത്തിലൂടെയും എല്ലാം പോകാൻ കാരണം ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് പ്രകാശിച്ച ക്രിസ്തുവിന്റെ വെളിപ്പാടാണ് എന്ന് പൗലോസ് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വെളിപ്പാടിനെ സംബന്ധിച്ച് ആണ് നമ്മൾ ഈ റോമാലേഖനത്തിൽ കാണുന്ന ജീവന്റെ പ്രമാണം, നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്ന ജീവന്റെ പ്രമാണം. ഓക്കെ, ഇനി അടുത്ത വാക്യം റോമാലേഖനത്തിൽ നിന്ന് വെച്ചു 8-ന്റെ. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. നമ്മൾ ഇന്ന് പെന്തക്കോസ്തിൽ കാണുന്ന മിക്കവാറും പ്രാർത്ഥനകളും മരണഭയത്തിൽ നിന്നാണ്, അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരണമാണ് ഈ പ്രാർത്ഥനാ വിഷയങ്ങളുടെ തന്നെ അടിസ്ഥാനം. കർത്താവേ എന്നെ രക്ഷിക്കണമേ, എനിക്ക് ജലദോഷമാണ്, ഇത് കോവിഡ് ആണോ എന്ന് സംശയമാണ്, കർത്താവേ എന്നെ സഹായിക്കണമേ. എന്തുമാത്രം പ്രാർത്ഥനകളായി മുകളിട്ട് വരും. എല്ലാം മരണപ്പേടി കൊണ്ട്. ഈ മരണപ്പേടി കൊണ്ടും മരണം എന്ന റിയാലിറ്റി ഉള്ളതുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു ലിസ്റ്റ് എടുത്ത് നോക്കി. നിങ്ങളുടെ പ്രാർത്ഥനകൾ വലിയൊരു പങ്കും ഈ മരണഭയത്തിൽ നിന്നായി പ്രാർത്ഥനകൾ വരുന്നത്. ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഞാൻ കുറെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കുമായിരുന്നു. എന്താണ് ഈ മനുഷ്യർ പ്രാർത്ഥിക്കുന്നത്? ഏതെങ്കിലും ഡയറിയിൽ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ എല്ലാം മരണത്തിന്റെ പ്രമാണമാണ്. മിക്കതും. എല്ലാം ഒന്നിനെ കുറിച്ചും പറയാൻ പാടില്ലല്ലോ, അല്ലെ? അതുകൊണ്ട് മിക്കവാറും എല്ലാം ഈ മരിക്കൂ എന്നുള്ള റിയാലിറ്റിയിൽ നിന്നോട്ട് നമ്മുടെ ആത്മീക ജീവിതം മുഴുവൻ കെട്ടപ്പെട്ട് കിടക്കുന്നത്. ഓക്കെ, അടുത്ത വാക്യം. ജഡസ്വഭാവമുള്ളവർ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ജഡസ്വഭാവമുള്ളവർക്ക്, ഈ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. കാരണം അവർ വിശ്വസിക്കുന്നില്ല, ക്രിസ്തുവിന്റെ ജീവനിൽ വിശ്വസിക്കുന്നില്ല. അടുത്ത വാക്യം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. അപ്പൊ നമ്മൾ ഈ ജഡത്തിന്റെ ചിന്തകളിൽ നിന്ന് ആത്മാവിന്റെ ചിന്തകളിലോട്ട് വരണമെങ്കിൽ ആര് വേണം? നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കണം.
ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുമ്പോൾ നമുക്കൊരു പുതിയ സ്വഭാവം ലഭിക്കുന്നു. ഈ പുതിയ സ്വഭാവമാണ് ആത്മാവിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഞാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ ഒരു വാക്യം വരെ നമ്മൾ പതുക്കെ വായിക്കണം. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയതുകൊണ്ട്. അടുത്ത വാക്യം. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല, അവൻ ജഡീകനാണ്. അവന് കാഴ്ചയിലാണ് ജീവിക്കുന്നത്, മരണത്തിന്റെ പ്രമാണത്തിലാണ് അവനുള്ളത്. അടുത്ത വാക്യം. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിൽ വസിച്ചിട്ട് നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കാൻ ഈ ആത്മാവിന് പറ്റും. അപ്പൊ ജീവന്റെ ചിന്തകൾ എവിടെ നിന്നാണ് വരുന്നത്? പ്രത്യാശയിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ഉള്ളിൽ കർത്താവിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ മരിച്ചു പോകുന്നവരല്ല, നമ്മൾ നിത്യം ജീവിക്കുന്നവരാണ്. അതെങ്ങനെ നമുക്ക് ഉറപ്പ് കിട്ടുന്നത്? പുത്രത്വത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോഴാണ്. നിങ്ങളുടെ എത്ര പേരുടെ ഉള്ളിലാ നിങ്ങൾക്ക് ആത്മാവ് എത്ര പേർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ പെന്തിക്കോസ്തുകാരെല്ലാം കൈവക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ പുത്രത്വത്തിന്റെ ആത്മാവ്, ധൈര്യത്തിന്റെ ആത്മാവ്, അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ, ഭയത്തെ എടുത്തു കളയുന്ന, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല, ഞാൻ സ്വർഗത്തിലെ നിത്യജീവന്റെ അവകാശിയാണെന്നുള്ള അഷുറൻസ്. അപ്പൊ പല ആൾക്കാരും വിചാരിക്കുന്നത് ഞാൻ ഈ നമ്മൾ ഒരിക്കൽ രക്ഷ കൺഫസ് ചെയ്താൽ അതൊരിക്കലും പോകില്ല എന്നായി പറഞ്ഞു വരുന്നതെന്നാ. അങ്ങനെയല്ല ഉപദേശം. ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിശ്വാസി ഉറച്ചു വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവൻ ഈ ലോകത്തിന്റെ ആളല്ല. അത് പ്രത്യാശയുടെ ഭാഗമാണ്. ഞാൻ തേജസ്സിൽ എൻ്റെ അപ്പന്റെ അടുത്ത് ചെല്ലും. ഇത് ജീവനാ, ഇതാ ജീവൻ. ഈ ജീവന്റെ പ്രമാണത്തിലൂടെ ഞാൻ രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് എൻ്റെ രക്ഷയുടെ നിശ്ചയത ഉണ്ടാകണം. ഭയപ്പെട്ടു പോകരുത്. ഭയപ്പെടാതെ പിടിച്ചെടുക്കേണ്ട ഒന്നാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് രക്ഷയെക്കുറിച്ച് നമ്മൾ ഭയപ്പെടരുത്. പ്രത്യാശ എന്ന നങ്കൂരം നമ്മൾ മുറുകെ പിടിക്കണം. അടുത്ത വാക്യം. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. ഇനി നമ്മൾ ഈ കടം വീട്ടാൻ നോക്കുന്ന ഈ നന്മ ചെയ്തത് അല്ലെ, ഈ മനുഷ്യന്റെ പ്രവണതയുണ്ട്. കടം വീട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നിങ്ങൾ കുറെ നാളായിട്ട് ഭാര്യ ഭർത്താവ് വഴക്കടിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ട്, അത് ക്ഷമയൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്താണെന്നറിയാൻ മേല, ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ ഒരിത്തിരി കരഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്കുന്നതിന് വെച്ചാൽ ഈ കരച്ചിൽ കാരണം ദൈവം ഇതിനു മുമ്പുള്ളതെല്ലാം ക്ഷമിച്ചെന്ന. അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം മനുഷ്യന്റെ കണ്ണുനീരിന് ഒരിക്കലും നമ്മുടെ പാപങ്ങളെ കഴുകാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ഈ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ തിന്മകൾ മറയ്ക്കാൻ വേണ്ടിയാണ്, നമ്മളത് അറിയുന്നില്ലെങ്കിൽ പോലും. ഓക്കെ, ഉദാഹരണത്തിന് നിങ്ങൾ ഒരാളെ കാണുമ്പം പോയി കെട്ടിപ്പിടിക്കുന്നല്ലേ, എത്ര നാളായി കണ്ടിട്ടെന്ന് പറയുന്നത് ശരിക്കും നിങ്ങളത് ചെയ്യുന്നതില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അനങ്ങാതെ മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ ഒറിജിനൽ സ്വഭാവം അവർക്ക് മനസ്സിലാവും എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പോയി കെട്ടിപ്പിടിച്ചേ പറ്റുള്ളൂ. കാരണം എന്താണ്? അനങ്ങാതെ നിന്ന് അവർ പറയും, ഈ കണ്ടില്ല അവരുടെ അഹങ്കാരം ഒന്ന് കണ്ടിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് അവർ പറയരുത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പോയി കണ്ടതായി നടിക്കുന്നു. എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്? പാടാണ് രക്ഷപ്പെടാൻ. അപ്പൊ ഈ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് ഭയങ്കര കഴിവാണ്. ഇതിനകത്ത് എല്ലാം ഒരു ഡിസെപ്ഷൻ ഉണ്ട്. ഓക്കെ, അടുത്ത വാക്യം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. ഈ കടം എന്ന വാക്കാ. ഈ കടം എന്ന വാക്ക് നമ്മൾ ദൈവത്തോട് ചില കടം വീട്ടുന്ന ആൾക്കാരുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? ദൈവത്തോടുള്ള കടം. ഇപ്പൊ ഒരു മനുഷ്യൻ വളരെ തല്ലിപ്പൊടിയായിട്ട് ജീവിക്കാന്ന് വെച്ചോ, ചർച്ചിലും പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നുമില്ല, അവന്റെ സ്വാർത്ഥം പോലെ ജീവിച്ചിട്ട് ഇപ്പൊ കടമായല്ലോ, കുറെ കടമായി ദൈവത്തോട്, അല്ലെ? കുറെ കടമായി. ഇവർ കടം വീട്ടാൻ ശ്രമിക്കും ജഡത്തില്. എന്നിട്ട് പറയും, കർത്താവേ, ഞാൻ ഇന്നലെ വരെ ഉഴപ്പനായിരുന്നു, ഞാൻ ഇനി മേലിൽ നല്ലപോലെ ജീവിക്കുവാണ്, ഇനി എനിക്ക് എക്സാമിനേഷൻ നല്ല പാസ് തരണം, അതുകൊണ്ട് ഞാൻ ഇനി മേലിൽ നന്നാകാൻ പോവാണ്, നീ എന്നെ ജയിപ്പിച്ചാൽ ഞാൻ നന്നായിക്കോളാം. ഇങ്ങനെ പറയാറുണ്ടോ ആൾക്കാർ? പറയാറുണ്ടല്ലേ? അപ്പൊ അതിനർത്ഥം എന്താണ്? കടം, ദൈവത്തോടുള്ള കടം ഞാൻ വീട്ടാം എന്ന് വിചാരിക്കുക. അപ്പോ ജഡമാണ് ഈ പണിയെല്ലാം ഒപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ജഡം വരുത്തി വെച്ചിട്ടുള്ള പാപങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഈ ജഡം കൊണ്ട് തന്നെ കടം വീട്ടാൻ ശ്രമിക്കുക. അങ്ങനെ ജഡത്തിനുള്ളൊരു കടം നിങ്ങൾക്ക് വീട്ടാനില്ല.
ഇപ്പൊ ജഡം തീർത്ത് നിസ്സഹായം, അതിന് കടം പോലും വീട്ടാൻ പറ്റും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അടുത്ത വാക്യം വായിച്ചു. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഈ ആത്മാവിനാൽ എങ്ങനെയാ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നത്? നിങ്ങൾ ആർക്കെങ്കിലും ഇത് പറയോ, എങ്ങനെയാണ് ഇത് മരിപ്പിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ മരിച്ചു മരിച്ചു മരിക്കട്ടെ മരിക്കട്ടെ ഞാൻ ഇതിനെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ചാവുമോ? ചാവൂല. ഉപവാസം ഇരുന്നാലോ പഴയ ജഡം മരിക്കുവോ? ഉപവാസം എടുക്കുന്നവരുടെയൊക്കെ മുഖത്തോട്ട് നോക്കിയാൽ എന്താ ഗമ, എന്താ ഗമ. 40 ദിവസം ഉപവാസം എടുത്തിട്ട് ചില ആൾക്കാർ എന്നെ നോക്കിയ നോട്ടങ്ങൾ എനിക്ക് ഇപ്പോഴും, എന്റെ തടി കണ്ടിട്ടേ എന്നെ നോക്കിയ നോട്ടങ്ങൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ഉപവാസം എടുത്തിട്ട് നന്നാകാനും താഴ്മ ഉണ്ടാകാനും വേണ്ടി എടുത്തത്. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പം ഈ ജഡത്തോട് കടം വിട്ടാൻ നോക്കിയോണ്ട്, ഞങ്ങളുടെ ചർച്ചയിൽ ഒരു സഹോദരൻ പറഞ്ഞാണ്, ഈ ജഡത്തോടുള്ള കടം വിട്ടാൻ ശ്രമിച്ചാൽ അവസാനം ജിംനേഷ്യത്തിൽ ജഡത്തെ വിട്ട പോലെ ആവുന്നു എന്ന് പറഞ്ഞാൽ 2-3 കടമൊക്കെ വീട്ടിൽ കഴിയുമ്പോഴേക്കും ഇവൻ നല്ല എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല മസിലുള്ളൊരു ജഡം ഉണ്ടാവും. പിന്നെ ആ ജഡം അനുഭവിക്കാന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ഒത്തിരി നന്മകൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജഡത്തിന് നല്ല മസിലുകളാണ്, ഭയങ്കര സ്ട്രോങ് ആണ്. ഇങ്ങനെ നമ്മൾ ജഡത്തോട് കടക്കാരായി ജഡത്തിന്റെ കടങ്ങൾ വീട്ടി വീട്ടി നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം പൊക്കി പറയുന്ന ഒരു ജഡം ഉണ്ടായിട്ടുണ്ട്. അവർ പറയും, ഓ ചേസ് ബ്രദർ എന്ത് നല്ല ലൈഫാന്നറിയോ. ജഡം പുകഴ്ത്തി നമ്മൾ ചില പ്രവൃത്തികൾ അവർ കണ്ടു, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഞങ്ങൾ 3 കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്ത് വളർത്തുന്നുണ്ട്, ഇപ്പോഴും അവരുണ്ട്. അപ്പോൾ ആൾക്കാരോട് ഞാൻ ആദ്യമൊക്കെ ഇതിന്റെ കഥകൾ പറയാം. നിങ്ങൾ എൻ്റെ ആദ്യകാല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കഥകൾ അതിനകത്തുണ്ട്. ഇപ്പൊ ആ പറച്ചിൽ ഞാൻ നിർത്തി. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് ആൾക്കാർ പറയാൻ തുടങ്ങി, പാസ്റ്റർ പിള്ളേരെ അഡോപ്റ്റ് ചെയ്തൊക്കെ വളർത്തിയല്ലേ, ഞങ്ങൾക്കും അത് വലിയ ആഗ്രഹമാണ്, ഞങ്ങളും പോയി ഇനി മക്കളെ അഡോപ്റ്റ് ചെയ്യാൻ പോകണം. എൻ്റെ ഹൃദയം നുറുങ്ങി. ഞാൻ അവരുടെ പലരോടും പറഞ്ഞു. പക്ഷെ എൻ്റെ ഹൃദയത്തിലുണ്ടായ നുറുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിള്ളേരെ ഒന്നും ഞാൻ നോക്കേണ്ട പോലെ നോക്കി എനിക്ക് ഇന്നേവരെ തോന്നിയിട്ടില്ല. ഇത് മാത്രമല്ല, അവർക്കിപ്പോഴും നല്ല സ്നേഹമാണ്, എപ്പോഴും വിളിക്കുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങളൊന്നും മുടങ്ങുന്നില്ല. എല്ലാറ്റിലും ദൈവത്തിന്റെ കൃപയാൽ അവരെ കെട്ടിപ്പിടിക്കാനത് കെട്ടിപ്പിടിച്ചു ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ വീണ്ടും വീണ്ടും ഇത് പരിശോധിക്കപ്പെടുമ്പം എൻ്റെ ഹൃദയത്തിനകത്ത് എനിക്ക് ഭയങ്കര പെയിനായിപ്പോയി. ഞങ്ങൾ അനുഭവിച്ച സ്ട്രഗിൾ, ഞങ്ങൾ തോറ്റ തോൽവികൾ, ഇതൊന്നും ഇവരറിയുന്നില്ല. ഇവർ ഇതേ പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ പോലെ ആയി പോയാലോ എന്ന് എനിക്ക് പേടി. കാരണം മനുഷ്യന്റെ സൽപ്രവൃത്തി കണ്ടിട്ട് ഓ ഇത് കൊള്ളാമല്ലോ എന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ജഡത്തിന്റെ കടം വീട്ടാൻ പോയി കഴിഞ്ഞാൽ ഈ ജഡം വലിയ മസിൽമാനായിട്ട് വരത്തേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഒത്തിരി ആൾക്കാരും പൈസ മിഷന് കൊടുക്കുന്നുണ്ടോന്നറിയോ? അവര് മിഷന് പോകാത്തതിന്റെ കടം വീട്ടുന്നതാണ്. ചെറുപ്പത്തിൽ അവരെ കർത്താവ് വിളിച്ചായിരിക്കും സുവിശേഷം, അവര് പോയില്ല. അവർ കർത്താവിന് പറഞ്ഞു, ഞാൻ സമ്പാദിച്ചേക്കാം കർത്താവ്, എന്നെ കുറച്ച് സമ്പാദിക്കാൻ വിട്. അങ്ങനെ സമ്പാദിച്ച് ആ പൈസ എടുത്തു കൊടുത്ത് എന്ത് ചെയ്യുക? പണ്ട് പോകാത്തതിന്റെ കടം വീട്ടുക. ഈ ജഡം കൊണ്ട് കടം വീട്ടി നമ്മൾ നന്നാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. പൈസ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു അഹങ്കാരമാണ്. എത്ര പൈസയാണ് ഞാൻ കൊടുക്കുന്നതെന്ന് അറിയാമോ? എന്ത് പൈസ? സഹോദരങ്ങളെ, ജഡത്തിന്റെ കടക്കാരായി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സമാധാനം അനുഭവിക്കില്ല, ഒരിക്കലും ഈ കടം തീരുകയില്ല. അടുത്ത വാക്യം. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഓക്കെ, അപ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് ഞാൻ പ്രാപിച്ചത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. ഈ ഭയത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ മരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ എനിക്ക് ഭയമില്ലാത്തതിന്റെ കാരണം ഞാൻ ക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ട് ഞാൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എത്ര പേരാ ജീവന്റെ പ്രമാണത്തിലേക്ക് കടന്നിട്ടുണ്ട്? ഇപ്പൊ ജീവന്റെ പ്രമാണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേടിച്ചിട്ടല്ല അനുസരിക്കുന്നത്, മക്കളായതുകൊണ്ട് അനുസരിക്കുന്നത്, സ്നേഹമുള്ളതുകൊണ്ട് അനുസരിക്കുന്നത്, അവന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ അനുസരിക്കുന്നത്. എനിക്ക് ലോകത്തെ വേണ്ടാത്തത് എനിക്ക് വേണ്ടാത്തതുകൊണ്ട് അല്ലാതെ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഞാൻ ഉപേക്ഷിക്കുകയല്ല. അങ്ങനെയാണ് ഞാൻ എല്ലായിടത്തും പറഞ്ഞു നടന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ജീവന്റെ ഒഴുക്കായിട്ട്,
കഴിഞ്ഞ ദിവസം ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞാണ്, അവർ നഴ്സായിട്ട് വർക്ക് ചെയ്ത സ്ഥലത്ത് ഒരു ആന്റി വയ്യാതെ ഒരു ഉമ്മ ഒരു മദർ കിടക്കുമ്പോൾ ഈ കുട്ടിയുടെ ഉള്ളില് ഭയങ്കരമായ സ്നേഹം വന്നിട്ട് പോയി കെട്ടിപ്പിടിക്കാൻ പോയി കെട്ടിപ്പിടിച്ചു. ആ ലവിന്റെ ഫ്ലോ ആണ്. ആ കെട്ടിപ്പിടിക്കണമല്ലോ, ഇത്രാമത്തെ കൽപ്പന അനുസരിക്കാൻ പോയതല്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ പ്രവൃത്തി എന്ന് പറയുന്നത് എങ്ങനെ വരുന്നതാണ്? ജീവന്റെ ഒരു പ്രമാണത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് പകർന്ന ആത്മാവിന്റെ ജീവനിൽ നിന്ന് വരുന്നതാണ്. അത് ഒരു കൽപ്പനയിൽ നിന്ന് വരുമ്പോൾ അത് വളരെ പരിമിതവും ദുർബലവും മാനുഷികവുമായി പോകും. അത് ജഡത്തിന്റെ കടംവീട്ടലുകളായി മാറും. എന്നാൽ അത് നമുക്ക് കർത്താവ് തന്ന ആത്മീക പരിച്ഛേദന മൂലം നമ്മുടെ സ്വഭാവം മാറിയിട്ട് ആ മാറിയ സ്വഭാവത്തിൽ നിന്ന് വരുമ്പോൾ അത് പരിശുദ്ധമായിട്ട് മാറും. കാരണം അത് ആത്മാവിന്റെ ജീവന്റെ പ്രമാണമാണ്. നിങ്ങൾ ഏത് പ്രമാണത്തിനകത്തുള്ളത്? ഭയപ്പെട്ടു പോകുന്ന അക്ഷരത്തിന്റെ പ്രമാണമാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അനുസരിക്കുകയാണെങ്കിൽ നരകത്തെ പിടിച്ചിട്ടാണ്. എന്നാൽ ജീവന്റെ പ്രമാണമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, എന്ത് സംഭവിച്ചാലും ശരീരം നശിച്ചു പോയാലും ഞാൻ സ്വർഗത്തിൽ കർത്താവിന്റെ അടുത്ത് കാണും. എത്ര പേർക്ക് കോൺഫിഡൻസ് ഉണ്ട്? ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നിങ്ങളെ വിശുദ്ധിയിലേക്ക് നടത്താനുള്ള പ്രത്യാശ നിങ്ങളുടെ ഉള്ളിലുള്ളൂ. പ്രത്യാശ എന്ന നങ്കൂരം ഇന്ന് പെന്തക്കോസ്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആർക്കും ഒരു പ്രതീക്ഷയില്ല കർത്താവ് വന്നാൽ പോകുന്ന. ആർക്കും ഒരു ഉറപ്പില്ല. ഉറപ്പില്ലാത്തവന് വിശ്വാസമില്ല. ആശിക്കുന്നതിന്റെ ഉറപ്പാണ് ഫെയ്ത്ത്. ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ് അഷുറൻസ് ഓഫ് തിങ്സ് യു ഹോപ്പ് ഫോർ, യു ഡോണ്ട് ഹാവ് ഫെയ്ത്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത്, ആ ലൈഫിലേക്കാണ് കർത്താവ് നമ്മളെ നയിച്ചത്. അതെങ്ങനെ നയിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് പരിച്ഛേദന ഏൽപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിലേക്ക് പകർന്നുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇനി നിയന്ത്രിക്കപ്പെടുന്ന ഹോർമോണുകളാലല്ല, നമ്മൾ ഇനി നിയന്ത്രിക്കപ്പെടുന്നത് കെമിക്കലുകളാലല്ല, നമ്മൾ നിയന്ത്രിക്കപ്പെടുന്ന ആത്മാവിനാലാണ്. അടുത്ത വാക്യം വായിച്ച. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിന്റെ അവകാശികൾ. ഇതിനു മുമ്പ് നമ്മൾ വായിച്ചൊരു വാക്യത്തില് ഇങ്ങനെ പറഞ്ഞിരുന്നു, നമ്മുടെ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും അല്ലെ, നമ്മിൽ വസിക്കുന്നവന്റെ ആത്മാവ്, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മെയും ഉയർപ്പിക്കും എന്ന ഒരു വാക്യം നമ്മൾ വായിച്ചായിരുന്നു അല്ലെ? 11-ാം വാക്യം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ഉയർപ്പിക്കും. അപ്പൊ നമ്മൾ ജീവിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ ഇവിടെ നശിച്ചു പോകേണ്ടവരല്ല, ഈ ലോകത്ത് സമ്പാദിക്കാനുള്ളവരല്ല, നമ്മൾ നിത്യമായ ഒരു ഭവനത്തിലേക്ക് ഓൾറെഡി പ്രവേശിച്ചവരാണ്. ആ ഉറപ്പില്ലെങ്കിൽ നമുക്കൊരിക്കലും ആ സന്തോഷം അനുഭവിക്കാൻ സാധിക്കില്ല. നമ്മൾ ഇവിടെ പണിതുകൊണ്ടിരിക്കും, ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കും, ജഡത്തിന് കടപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ അതേ സമയത്ത് പ്രത്യാശയുടെ നങ്കൂരം നമ്മൾ മുറുകെ പിടിച്ചാൽ വി നോ വി വിൽ ബി ഇൻ ഹെവൻ. എനിക്ക് നല്ല ഉറപ്പാണ് ഞാൻ കർത്താവിന്റെ അടുത്ത് കാണുമെന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലോ എന്നുള്ളത് എനിക്ക് പ്രസക്തമല്ല. കാരണം നിത്യമായി ഞാൻ കർത്താവിന്റെ ആനന്ദത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ചുറ്റുമുള്ളവർ എന്നെ ഇഷ്ടപ്പെട്ടോ സ്നേഹിച്ചോ എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണോ, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതൊന്നും പ്രശ്നമല്ല. ബിക്കോസ് ഐ ബിലോങ് ടു അനദർ പ്ലേസ്. എനിക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയിലാണോ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, കാണുന്ന പ്രത്യാശയല്ല. ഇതാണ് റോമാലേഖനത്തിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ബോട്ടിൽ നെക്ക്. മനസ്സിലാകാൻ പ്രയാസമുള്ള ഭാഗം. ഇനി മൂന്നാമത് ഒന്നുകൂടെ ഉണ്ട്. ആ മൂന്നാമത്തെ ഒന്നുകൂടെ ഇന്ന് പ്രസംഗിച്ച് തുടങ്ങാൻ പ്രയാസമാണ്. കാരണം ഇന്ന് പ്രസംഗിച്ച് തുടങ്ങിയാൽ നിങ്ങളുടെ ഉറക്കവും എൻ്റെ ഉറക്കവും നഷ്ടപ്പെടാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഒരു മൂന്നാമത്തെ ബോട്ടിൽ നെക്ക് ഏതാണെന്ന് ഒരു ഹോംവർക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഒരാഴ്ച കൊണ്ട് ഒരു ഹോംവർക്ക് ചെയ്യുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഹോംവർക്ക് ചെയ്യാത്തവരെ എഴുന്നേൽപ്പിച്ച് നിർത്തുകയും 5 പ്രാവശ്യം എഴുതിപ്പിക്കുകയും ചെയ്യാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് യാതൊരുവിധ ശിക്ഷാ നടപടികളും ഉണ്ടായിരിക്കുന്നതല്ല. ജസ്റ്റ് നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഈ ഹോംവർക്ക് ചെയ്യാം. അതായത് 9-ാം അധ്യായത്തിന്റെ 30 മുതൽ, റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 30 മുതൽ 10-ാം അധ്യായത്തിന്റെ 10 വരെ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന്, വേറൊരു പ്രസംഗവും കേൾക്കരുത്, ഒരു പുസ്തകവും വായിക്കരുത്, ഒരു കമന്ററി എടുത്ത് നോക്കരുത്, ഓക്കെ, കോപ്പി അടിക്കരുതെന്ന് അർത്ഥം.
നിങ്ങൾ 9-ാം അധ്യായത്തിന്റെ 30 മുതൽ 10-ാം അധ്യായത്തിന്റെ 10 വരെ ഒരു 2-3 പ്രാവശ്യം വായിച്ചിട്ട് എന്ത് മനസ്സിലായി എന്നൊരു പേപ്പറിൽ കുറിച്ച് വെക്കാം. നിങ്ങളുടെ ഒരു അത്ഭുതം കാണാൻ പോവാണ്. അത് ഞാൻ അടുത്ത ദിവസം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കണ്ടെത്തുന്ന അതേ കാര്യങ്ങളായിരിക്കും നിങ്ങളും കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എങ്ങനെയാണ് ഈ ബൈബിളിൽ നിന്ന് ദൈവം നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.